ഹലോ ഗായ്സ്, ഇന്നൊരു ഫ്ലിപ്കാർട്ട് ബെഡ്ഷീറ്റ് റിവ്യൂ ആയാലോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്താലോ എന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്ഷീറ്റ്. ഇത് പോളിക്കോട്ടണിൽ വരുന്ന കിങ് സൈസ് ബെഡ്ഷീറ്റ് കേട്ടാ. ഇത് ഫിറ്റഡ് ഇലാസ്റ്റിക്കിന്റെ ആണ്. ഇത് അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി, വന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായ സാധനം ഇതാണ് കേട്ടാ. ഇത് റേറ്റ് വന്നിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ഒരു 353 ഇപ്പോൾ എത്ര എന്നറിയില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് സൈഡിൽ കൊടുക്കാം കേട്ടാ. അപ്പൊ ഇത് നല്ല ഇഷ്ടമായി. ഇത് ഫോട്ടോയിൽ കാണുന്ന അത്ര ഭംഗിയുണ്ടോന്ന് വെച്ചാൽ ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ കൊള്ളാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് പിന്നെ നമ്മള് ഫോട്ടോയിലെ ഭംഗി നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അതുപോലെ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ ഇതൊക്കെയാണ് സെറ്റ് സാധനം. ഗൈസ്, ഇതിന്റെ പ്രിന്റിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടാ. ഇതേ സൈഡിൽ ഇലാസ്റ്റിക് ഒക്കെ ഉണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് കേട്ടാ വരുന്നേ. പിന്നെ ഇതിന്റെ കൂടെ 2 തലന കവറും കൂടി ഉണ്ട്. അതെല്ലാത്തിന്റെയും കൂടെ ഉണ്ട് കേട്ടാ. നമ്മള് വാങ്ങിയ എല്ലാ ബെഡ്ഷീറ്റിന്റെയും കൂടി ഉണ്ട് തലന കവർ 2 അപ്പൊ ഗൈസ്, ഇതാണ് നെക്സ്റ്റ് ബെഡ്ഷീറ്റ്. ഇതും കിങ് സൈസ് തന്നെ, ഇലാസ്റ്റിക്കിന്റെ ആണ്. കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടാ വരുന്നത്. നമ്മൾ വാങ്ങിയ എല്ലാ ബെഡ്ഷീറ്റും ഒരു 300, 200, 400 മുകളിൽ പോയിട്ടില്ല. എന്തായാലും ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ളതാ. പിന്നെ ഇതിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ഡിസപ്പോയിന്റഡ് ആണ്, അത് പറഞ്ഞുതരാം. ആദ്യം നമുക്കിത് ഒന്ന് നിവർത്തി കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ബട്ടർഫ്ലൈ തീമാണ്. ഡിസപ്പോയിന്റഡ് ആയതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഫോട്ടോയിൽ കണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. 300 ചില രൂപയ്ക്ക് നമ്മൾ അത്ര പ്രതീക്ഷിക്കാൻ പാടില്ല, അതെന്റെ തെറ്റ്. എന്നാലും അമ്മയ്ക്ക് നല്ല ഇഷ്ടമായിട്ടാ. അവർ ഉദ്ദേശിച്ച പോലത്തെ സാധനം തന്നെ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്ഷീറ്റ്. ഇനി ഒരു ട്വിസ്റ്റ്, നമ്മുടെ അടുത്ത ബെഡ്ഷീറ്റും ഇത് തന്നെ. സംഭവം ഇതല്ല നമ്മൾ ഓർഡർ ചെയ്തത്. ഡബിൾ സൈസില് ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഉള്ള സാധനമാണ് നമ്മൾ വാങ്ങിയത്. പക്ഷെ വന്നത് ഈ സാധനമാണ്. ഇത് നേരത്തെ കാട്ടിയത് തന്നെ ഡബിൾ സൈസ്. നമ്മൾ അമ്മാമ്മയ്ക്ക് വാങ്ങിയത്, അതുകൊണ്ട് ഡബിള്. അപ്പോ അമ്മയ്ക്ക് ഇത് ഇഷ്ടമായ കാരണം ഇതന്നെ എടുക്കാന്ന് പറഞ്ഞു, റിട്ടേൺ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തത് മറ്റേതാണ് കേട്ടാ. ഇതിനെ പറ്റി പിന്നെ ഒന്നും പറയാനില്ലല്ലോ, നേരത്തെ പറഞ്ഞ തന്നെ. അടുത്ത ഐറ്റം ഇതാ. ഇത് മൈക്രോ ഫൈബറിന്റെ ആണ്. കിങ്ങിനും ഡബിളിനും പറ്റും. ഇത് നമ്മൾ വാങ്ങിയത് ഒരു 277 രൂപയ്ക്കാണ് കേട്ടാ. ഇതും ഇലാസ്റ്റിക്കിന്റെ തന്നെയാണ്. പക്ഷെ ഇത് അമ്മ പറയണത് ഒരു നരച്ച കളറാന്നാണ്. ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ നോക്കി, അതില് നല്ല ഡാർക്ക് ഗ്രീനാ. അപ്പോ വന്നപ്പോ ഇങ്ങനത്തെ കളറായതുകൊണ്ട് അമ്മയ്ക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. നരച്ച കളർ നോക്കിയാ പറയണത്. അതെ, സൈഡിലൊക്കെ എന്തോ വെള്ളപ്പൊടി പോലെ എന്തൊക്കെയോ ഉണ്ട്. എന്നുവെച്ചാൽ നരച്ച പോലെ തന്നെ. അത് വീഡിയോയിൽ അങ്ങനെ കാണില്ല എന്ന് തോന്നുന്നു. അപ്പോ മൂപ്പർക്ക് ഇഷ്ടാവാൻ കാരണം നമ്മളിത് റിട്ടേൺ ചെയ്യാൻ പോവാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, വലിയ നരച്ചതായിട്ടൊന്നും തോന്നണില്ല. വല്യമ്മയ്ക്ക് നല്ല ഇഷ്ടമായി എന്നാ പറഞ്ഞത്. ഇനി അമ്മേരെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. സംഭവം നമ്മള് റിട്ടേൺ ചെയ്യാന്നാ വിചാരിക്കണ്. ഇതാണ് അതിന്റെ പാറ്റേൺ വരുന്നത്. അതെ, ഇങ്ങനൊക്കെ. അപ്പൊ അടുത്ത ഐറ്റം ഇതായിട്ടാ. ഇത് നമ്മളെ അമ്മാമ്മയ്ക്ക് വാങ്ങിയതാ. ഡബിൾ സൈസ് ആണ്, കോട്ടന്റെ ആണ്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 300-305 എന്തോ ആണ് നമ്മൾ വാങ്ങിയപ്പോ. അപ്പൊ ഇതും ഫിറ്റഡ് ഇലാസ്റ്റിക് തന്നെ. ഇത് നല്ല ഇഷ്ടമായി, അമ്മാമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയ സാധനം. അതേപോലെ തന്നെ ഉണ്ട്. ഫോട്ടോയിൽ കണ്ടപ്പോ എനിക്ക് അത്ര ഇഷ്ടമായില്ല, നേരിട്ട് കണ്ടപ്പോഴും ഇത് എനിക്ക് ഇഷ്ടമായത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുക്കാവേ. അപ്പൊ ഇതാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഫ്ലോറൽ തീം, വേറൊന്നുമില്ല. സെറ്റ് സാധനം നല്ല കുഴപ്പമില്ല, കോട്ടന്റെ അല്ലേ, നല്ല സാധനം. അപ്പൊ നമ്മുടെ അടുത്ത ബെഡ്ഷീറ്റ് വന്നിട്ട് ഇതാണ്. ഇതൊരു ബ്രൗൺ ആണോ മെറൂൺ ആണോ എന്ന് അറിയില്ല. ഇതില് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു തീം. ഇതിന് ഒരു 290 ആ ഒരു റേഞ്ച് തന്നെയാ പ്രൈസ് വരുന്നത്. ഇത് പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായില്ല. ഇത് നരച്ച കളറെന്നാണ് പറയണത്. ഫോട്ടോയിൽ കാണുമ്പോൾ ഇതിനെക്കാട്ടും നല്ല ഡാർക്ക് കളറാ അതേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നരച്ചതെന്നാണ് പറയണത്. ഇത് റിട്ടേൺ കൊടുക്കണം എന്നൊക്കെയാണ് പറയണത്. നിങ്ങക്ക് എന്താ തോന്നണത്? കുഴപ്പമുണ്ടോ? ഫോണിൽ കണ്ട എന്തോരം അറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് ഡബിൾ സൈസ് തന്നെ, ഇലാസ്റ്റിക്കിന്റെ കോട്ടനാ വരുന്നത് ഇത് മെറ്റീരിയല്. അപ്പൊ ഇതാണ് ഇതിന്റെ. അപ്പൊ അടുത്ത ഐറ്റം ഇതാ. ഇതും ഫ്ലോറൽ തീമിന്റെ തന്നെയാണ്. നമ്മൾ ഇതും മമ്മയ്ക്ക് എടുത്ത തന്നെ ഡബിൾ സൈസ്. ഇത് തുണി വന്നിട്ട് മൈക്രോ ഫൈബർ ആണ് ട്ടാ. അപ്പോ ഇതിന്റെ ഇത് കാണിച്ചുതരാം. ഇതാണ് പാറ്റേൺ വരുന്നത്. ഇത് ഫ്ലാറ്റ് ഉണ്ടാ, ഇലാസ്റ്റിക്കിന്റെ അല്ല. ഇതിന്റെ പ്രൈസ് ഒരു
970 അങ്ങനെ എന്തോ ആണ്. അപ്പൊ ഇതും നല്ല ഇഷ്ടമായി, നല്ല സംഭവം കേട്ടാ. അപ്പോൾ ഇനി കാണിക്കാൻ പോണ നമ്മുടെ അവസാനത്തെ ഐറ്റം. അത് ഇത്തിരി സ്പെഷ്യലാ, എനിക്ക് വേണ്ടി വാങ്ങിയ കേട്ടാ. അത് എന്റെ കുഞ്ഞു മനസ്സായ കാരണം ഞാനൊരു കാർട്ടൂൺ തീമിലൊരു ബെഡ്ഷീറ്റ് എടുത്തതാണ്. നീ കണ്ട, യൂണിക്കോൺ തീമിൽ എടുത്തതാ. ഇത് കോട്ടന്റെ ആണ്, ഇലാസ്റ്റിക്കിന്റെ തന്നെ, കിങ് സൈസിൽ വരുന്നത്. സംഭവം ഫോട്ടോയിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. കളറ് ഇത്തിരി ഡള്ള് പോലെ തോന്നി, അതിൽ നല്ല ഡാർക്ക് കളറായിരുന്നു. അപ്പൊ അമ്മ പറയണ റിട്ടേൺ ചെയ്തോളാൻ, അവരോട് ഞാൻ അപ്പഴേ പറഞ്ഞതാ മിക്കി മൗസിന്റെ മതിന്ന്. അപ്പൊ അതിന് പൈസ കൂടുതലാന്നും പറഞ്ഞിട്ട് ഇത് പറഞ്ഞതാ. ഇത് റിട്ടേൺ ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. നോക്കിയേ എങ്ങനെയുണ്ട് ഇത്, കണ്ട ഇവിടെ ഒക്കെ ഒരു വൈറ്റ് കളറ്, അതാണ് അമ്മ നരച്ചതെന്ന് പറയണത്. അപ്പോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു ഇൻഫർമേഷൻ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ബെഡ്ഷീറ്റും അഫോർഡബിൾ ആണ്. ഒരു 350 അതിന് മുകളിൽ പോയിട്ടില്ല എന്ന് വിചാരിക്കണം. ഒക്കെ ഒരു 400 രൂപയ്ക്ക് താഴെയുള്ളതാണ് കേട്ടോ എല്ലാതും. അത്യാവശ്യം കുഴപ്പമില്ലാത്തതുമാണ്. ബെഡ്ഷീറ്റ് എല്ലാത്തിൻ്റെയും കൂടെ തലക്കവറും ഉണ്ട്. അങ്ങനെ നല്ല പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾക്ക് ഇതിന് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കാണിച്ച ഫോട്ടോന്ന് നോക്കി വാങ്ങാം. അല്ലെങ്കിൽ കോഡ് വേണമെങ്കിൽ എന്നോട് വെച്ചാൽ മതി, ഞാൻ കമന്റിൽ ഇടാട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.